കുട്ടികളെ നമസ്കാരം. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവന്മാരെ വിജയികളാക്കി അതിനുവേണ്ട സഹായങ്ങൾ ചെയ്ത ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കുന്തി ദേവി അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നും നിന്നെ സ്മരിക്കാൻ ഞങ്ങൾക്ക് ആപത്ത് തരൂ എന്നാണ് ആ പ്രാർത്ഥന. കാരണം ആപത്തിലാണ് നമ്മൾക്ക് ഈശ്വര വിചാരം ഉണ്ടാവൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അതേപോലെ ഉറവൻകരയും ബാലോപദേശത്തിൽ 2-ാം ഖണ്ഡത്തിലെ 23-ാം ശ്ലോകത്തിൽ പറയുന്നത് അതുതന്നെയാണ്. ആപത്തിലല്ല സമ്പത്തിലാണ് അധികം വിഷമിക്കേണ്ടത് എന്നാണ്. നമുക്ക് ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. ആപത്തു കാൺകിൽ അതിലെന്തിനു കേണിടുന്നു, താപദ്രുമത്തിനതകൃത്രിമശസ്ത്രമല്ലോ. വേപിക്ക ബാല നിജസമ്പതി തത്ര നാശം പ്രാപിച്ചിടുന്നു സുഹൃതങ്ങളറിഞ്ഞിടാതെ. ബാല, ആപത്തു കാൺകിൽ അതിൽ എന്തിന് കേണിടുന്നു, താപദ്രുമത്തിന് അത് അകൃത്രിമശസ്ത്രം അല്ലോ. നിജ സമ്പതി വേപിക്ക തത്ര സുഹൃതങ്ങൾ അറിയാതെ നാശം പ്രാപിച്ചിടുന്നു എന്ന അന്വയം. ബാല എന്ന് വിളിച്ച് ശ്രദ്ധയാകർഷിച്ചാണ് പറയുന്നത്. ഇതിൽ ബാല എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്. പക്ഷേ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ബാധകമുള്ളതാണ്. എല്ലാവർക്കും ആയിട്ടുള്ള ഉപദേശമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക എന്നർത്ഥം. ആപത്ത് എന്ന് പറഞ്ഞാൽ അനിഷ്ട സംഭവം, അനർത്ഥം. സമ്പത്തിൻ്റെ വിപരീതപദമായിട്ടും ആപത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്, വിപത്ത് എന്നൊക്കെ. അത് കാൺകിൽ, അതായത് ആപത്ത് വന്ന് പെട്ടാൽ അതിൽ അതുകൊണ്ട് എന്തിന് കേണിടുന്നു, എന്തിനാണ് കരയുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത്, വ്യസനിക്കുന്നത്, അതിൽ ഒന്നും വിഷമിക്കേണ്ടതില്ല എന്നാണ് കവി പറയുന്നത്. കാരണം അത് താപദ്രുമം, അതായത് സങ്കടമാകുന്ന മരം, വൃക്ഷം, അതിന് ഉള്ള ഒരു അകൃത്രിമമായ, അതായത് സ്വാഭാവികമായ ശസ്ത്രമാണ്, ആയുധമാണ് ഈ ആപത്ത് എന്നാണ് കവി പറയുന്നത്. ഈ മരം മുറിക്കാൻ ഉള്ള നമുക്ക് ആയുധങ്ങൾ വേണമല്ലോ. നമ്മൾ നേരത്തെ കണ്ടത് ചെടിയായ കൈകൊണ്ട് നുള്ളി മുറിക്കാം. മരമായി കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞാൽ അതിന് ആയുധങ്ങൾ, അത് അറക്കവാള്, മഴു, കോടാലി തുടങ്ങിയിട്ടുള്ള അതെല്ലാം കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ്, ആയുധങ്ങളാണ്. എന്നാൽ ഈ താപദ്രുമത്തിനെ, താപം, ദുഃഖം, വ്യസനം ആകുന്ന മരത്തിനെ വെട്ടിക്കളയാനുള്ള ആയുധമാണ് ഇത്തരം ആപത്തുകൾ. കാരണം ഈശ്വര വിചാരം ഉണ്ടാവുമ്പോഴാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവുള്ളൂ. അത് താപങ്ങൾക്കുള്ള പരിഹാരമാവും. അത് കാരണം ആപത്ത് വന്നാൽ സങ്കടപ്പെടേണ്ടതില്ല എന്ന് ചുരുക്കം. പിന്നെ വീണ്ടും പറയാണ്, നീ നിന്റെ സമ്പതി, അതായത് സമ്പത്തിൽ, സമ്പത്തുണ്ടാവുന്ന അവസ്ഥയിൽ വേപിക്കുക. വേപിക്കുക എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. അപ്പോഴാണ് പേടിച്ച് വിറയ്ക്കേണ്ടത്. സമ്പത്ത് വരുമ്പോഴാണ് പരിഭ്രമിക്കേണ്ടത്, വിഷമിക്കേണ്ടത് എന്നാണ് കവി പറയുന്നത്. കാരണം ആ അവസരത്തിൽ, അതായത് സമ്പത്തുണ്ടായാൽ എന്താ ഉണ്ടാവുക, സുഹൃതങ്ങൾ നാശം പ്രാപിച്ചിടുന്നു. അതായത് നമ്മളുടെ സുഹൃതങ്ങൾ, പണ്ട് ചെയ്തിട്ടുള്ള ഈശ്വര സേവയുടെയോ
സൽക്കർമ്മത്തിൻ്റെയോ ഉള്ള ശേഷിപ്പ് ഇരിക്കുന്ന ബാക്കിയുള്ള ഗുണങ്ങൾ, സൽഫലങ്ങൾ, അതെല്ലാം നമ്മൾ അറിയാതെ തന്നെ ആ സമ്പത്ത്, ഈ സുഹൃതങ്ങളൊക്കെ നശിച്ചു പോകുന്നു. കാരണം സമ്പത്ത് കാലത്ത് ഈശ്വര വിചാരമൊക്കെ വളരെ കുറവാകും. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യൽ കുറഞ്ഞു എന്ന് വരും. അപ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പഴയ നമ്മുടെ സുഹൃതങ്ങൾ എല്ലാം, സുഹൃതക്ഷയം കേട്ടില്ലേ, അതുപോലെ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള സുഹൃതങ്ങളെല്ലാം അതിൻ്റെ ഫലം നശിച്ചു പോവും എന്നാണ് കവി പറഞ്ഞു വരുന്നത്. ചുരുക്കത്തിൽ സമ്പത്ത് വരുമ്പോഴല്ല, ആപത്ത് വരുമ്പോഴാണ് നമുക്ക് അധികം ഗുണം. അതിനാൽ ആപത്തൊന്നു വന്നാൽ വിഷമിച്ചിരിക്കേണ്ടതില്ല എന്നാണ് കവി നമ്മളെ ഉപദേശിക്കുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ആപത്തുകാൻകിലതിലെന്തിനു കേണിടുന്നു, താപദ്രുമത്തിന അകൃത്രിമശസ്ത്രമല്ലോ, വേദിക്ക ബാല നിജസമ്പതി സത്രനാശം പ്രാപിച്ചിടുന്നു സുഹൃതങ്ങൾ അറിഞ്ഞിടാതെ. കുചേലൻ്റെ കഥ നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു പിഴി അവിലും കാഴ്ചവെച്ച് ശ്രീകൃഷ്ണനെ കണ്ട് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി പോയി. എങ്കിലും അദ്ദേഹത്തിനോട്, ലക്ഷ്മി വല്ലഭനോട് ഒന്നും ചോദിക്കുകയുണ്ടായില്ല, അദ്ദേഹം ഒന്നും തരുകയുണ്ടായില്ല. അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് കുചേലൻ ആലോചിക്കുകയാണ്, വിത്തം നേടി ഇവനീ എന്നെ ചിത്തത്തിങ്കൽ സ്മരിക്കാതെയായാലോ, എന്നിവനിൽ കരുണയാലാവണം തന്നിടാഞ്ഞതാ ലക്ഷ്മി തൻ വല്ലഭൻ. ലക്ഷ്മിയുടെ ഭർത്താവായാണ്, അദ്ദേഹത്തിന് ഇഷ്ടം പോലെ എടുത്തു തരാം. പക്ഷെ അദ്ദേഹം തരാതിരുന്നത്, കുചേലന് വിത്തം കിട്ടിയാൽ ഇയാൾക്ക് മകം ഉണ്ടായിട്ട് എന്നെ ഓർക്കാതെ ആവൂ എന്നുള്ള കാരുണ്യം കൊണ്ടാവണം എനിക്കൊന്നും തരാഞ്ഞത് എന്ന് കവി ആലോചിക്കുന്നതായുള്ള ഒരു ഭാഗം വേറൊരു കവി പറഞ്ഞത് ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാം. അതായത് ആപത്തുകൾ വന്നാൽ ഈശ്വരാരാധനം ചെയ്യും, ആപത്ത് വന്നാലേ ചെയ്യൂ എന്ന് കവി പറഞ്ഞത് നമുക്ക് ഓർക്കാം. ബാക്കി നാളെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം.